നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ആ AI ലോകത്തൊരു ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതെ, ശരിയാണ്. വെറും 48 മണിക്കൂറിനുള്ളിൽ 3 പ്രധാനപ്പെട്ട പുതിയ മോഡലുകളാണ് വന്നത്. അതെ, ബൈറ്റ് ഡാൻസിന്റെ ബാഗൽ, പിന്നെ ആന്ത്രോപിക്കിന്റെ ക്ലോഡ് 4, അത് കഴിഞ്ഞ് മിസ്ട്രലിന്റെ ഡേവ്സ്ട്രൽ. അപ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. ആദ്യം ബാഗിൽ എടുക്കാം. ബൈറ്റ് ഡാൻസ് പറയുന്നത് ഇതൊരു യൂണിഫൈഡ് മൾട്ടി മോഡൽ മോഡലാണെന്നാണ്. അതായത് ടെക്സ്റ്റ്, ചിത്രം, വീഡിയോ, വെബ് ഡാറ്റ, അങ്ങനെ പലതരം മീഡിയകളെ ഒരൊറ്റ സിസ്റ്റത്തിൽ മനസ്സിലാക്കാനും പ്രതികരിക്കാനും പറ്റും. ഓ, ശരി ശരി. ഇതിന്റെ പിന്നിലൊരു മോൾട്ടാർ ആർക്കിടെക്ചറാണ്. മിക്സ്ചർ ഓഫ് ട്രാൻസ്ഫോമർ എക്സ്പേർട്സ്. 7 ബില്യൺ ആക്റ്റീവ് പാരാമീറ്റേഴ്സ് എന്നും കേട്ടു. ഒരു ഉദാഹരണം പറഞ്ഞാല്, മൈക്കൽ ആഞ്ചലോയുടെ ഡേവിഡ് ശില്പമില്ലേ, അതിന്റെ ചിത്രം കാണിച്ചാല് അത് ഡേവിഡ് ആണെന്ന് മാത്രമല്ല, അതിന്റെ ചരിത്രം, നവോത്ഥാനകാലത്തെ പ്രാധാന്യം, ഇപ്പോ എവിടെയാണ്, ഇതൊക്കെ വിശദീകരിക്കും. കൊള്ളാലോ, ഒരു ചിത്രം കണ്ടാൽ അതിനെപ്പറ്റി ഒരു കഥ തന്നെ പറയാൻ പറ്റും. അതെ. അതുപോലെ പഴയ മരുന്നു കുപ്പികളുടെ ഫോട്ടോ റിയലിസ്റ്റിക് ചിത്രമുണ്ടാക്കാനും പറ്റി. ഓഹോ. പിന്നെ ഒരു വീഡിയോയില് ഒരാളെ നായയെ തലോടുന്നു. അയാളുടെ പോസ് മാറ്റാതെ പുതിയ ഫ്രെയിംസ് ഉണ്ടാക്കുക, 2D ഫോട്ടോയെ 3D ആനിമേഷൻ ആക്കുക, ഇതൊക്കെ ചെയ്തു. 3D ആക്കാനോ? ഇതിനൊരു തിങ്കിങ് മോഡുണ്ട്. അത് ഓണാക്കിയാല് കുറച്ചുകൂടി ആലോചിച്ച് ഉത്തരം തരും. അപ്പോ കൂടുതൽ കോംപ്ലക്സ് ആയ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതെ, ബെഞ്ച്മാർക്കുകളിലും ഇത് നല്ല സ്കോർ നേടിയിട്ടുണ്ട്. MME, ബെഞ്ച്, പിന്നെ ജനീവാൽ, വൈസ്, ഇതിലെല്ലാം. അതായത് വിഷ്വൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയവ ഉണ്ടാക്കാനുമുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതെ. ശരി, അപ്പോ ബാഗിൽ വിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ആന്ത്രോപിക്കിന്റെ ക്ലോഡ് 4, ഓപ്പസ്, സോനെറ്റ് 4. അതെ, 2 പതിപ്പുകൾ. ഇത് പ്രധാനമായും കോഡിംഗ് ആണല്ലേ ഫോക്കസ്? അതെ, കോഡിംഗ് തന്നെ. ലോകത്തെ ഏറ്റവും മികച്ച കോഡിംഗ് മോഡൽ എന്നാണ് അവർ പറയുന്നത്. ആണോ? SWE വെരിഫൈഡ് ലീഡർ ബോർഡിലും ടെർമിനൽ ബെഞ്ചിലുമൊക്കെ മുന്നിലാണെന്നും കേട്ടു. ശരിയാണ്. 64,000 ടോക്കൺ വരെ ഓർമ്മ വെക്കാനും പറ്റും. ആവശ്യമെങ്കിൽ മറ്റു ടൂളുകൾ ഉപയോഗിക്കാനും ഇതിനറിയാം. ഒരു വലിയ കോഡ് ബേസ് എടുത്തിട്ട് ഏകദേശം 7 മണിക്കൂർ. 7 മണിക്കൂറോ? അതെ, 7 മണിക്കൂർ തുടർച്ചയായിരുന്ന് അത് ഓഡിറ്റ് ചെയ്യാനും അതിലെ ബഗ് കണ്ടുപിടിച്ച് തിരുത്താനും ഡോക്യുമെന്റേഷൻ അപ്ഡേറ്റ് ചെയ്യാനും ഓപ്പസ് 4-ന് പറ്റി. കൊള്ളാമല്ലോ. ഒരു ഡെവലപ്പറുടെ ഒരു ദിവസത്തെ പണി ഒറ്റയടിക്ക് തീർക്കും പോലെയാണല്ലോ. ഏകദേശം അതെ. ഒരു ഓട്ടോണോമസ് അസിസ്റ്റന്റ് പോലെ, മനുഷ്യന്റെ വലിയ ഇടപെടലില്ലാതെ. ഡെവലപ്പർമാർക്ക് ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണോ? വല്ല ടൂൾസോ കാര്യങ്ങളോ? ഉണ്ട്. കോഡ് എക്സിക്യൂഷൻ ടൂൾ ഉണ്ട്, ഫയൽസ് API ഉണ്ട്, പിന്നെ VS കോഡ്, JetBrains, ഇതിലൊക്കെ നേരിട്ട് ഉപയോഗിക്കാനുള്ള പ്ലഗിൻസും ഇറക്കിയിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് പാരീസിൽ നിന്ന് മിസ്ട്രൽ വരുന്നത്. അതെ, മിസ്ട്രൽ AI, ഡെവ്സ്ട്രൽ എന്ന മോഡലുമായി. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് ഓപ്പൺ സോഴ്സ് ആണെന്നുള്ളതാണല്ലേ? കൂടുതൽ കോഡ് അല്ലെങ്കിൽ ഡേറ്റ ഒരേ സമയം ഓർക്കാൻ പറ്റും. ശരിയാണ്. പക്ഷേ ഡെവ്സ്ട്രലിന്റെ പ്രധാന കാര്യം അത് വെറുതെ കോഡ് എഴുതാനല്ല, ശരിക്കുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ? അവർ യഥാർത്ഥ ഗിറ്റ്ഹബ് ഇഷ്യൂസ് ഉപയോഗിച്ചാണ് പരിശീലനം നടത്തിയത്. ഓ. അതുകൊണ്ട് തന്നെ SWE ബെഞ്ച് വെരിഫൈഡ് സ്കോർ, അതായത് റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിംഗ് അളക്കുന്ന ടെസ്റ്റിൽ 46.8% സ്കോർ കിട്ടി. അത് മറ്റുള്ളവയേക്കാൾ കൂടുതലാണോ? അതെ, മറ്റ് ഓപ്പൺ മോഡലുകളെക്കാളും, എന്തിന് GPT-4 ടർബോയേക്കാളും വളരെ മുന്നിലാണ് ഈ സ്കോർ. കൊള്ളാം. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് ആർക്കും ഡൗൺലോഡ് ചെയ്യാമല്ലോ. പിന്നെ ഈ വലിയ കോണ്ടെക്സ്റ്റ് വിൻഡോ ഉള്ളതുകൊണ്ട് വലിയ കോഡ് ബേസുകളിലെ പല ഫയലുകളില് ഒരേ സമയം മാറ്റങ്ങൾ വരുത്താനൊക്കെ ഇതിന് പറ്റും. കോണ്ടെക്സ്റ്റബിലിറ്റിയും നല്ലതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഒരുപക്ഷെ ഓഫ്ലൈനായി പ്രവർത്തിപ്പിക്കാമെന്നുള്ളതല്ലേ? ഇന്റർനെറ്റ് ഇല്ലാത്ത കോഡിംഗ് അസിസ്റ്റന്റ്. തീർച്ചയായും. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് അത് സാധ്യമാണ്. മിസ്ട്രലിന്റെ ആ ഒരു ഓപ്പൺ സമീപനം അവരുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ AI-യുടെ ഭാവി കൂടുതൽ സ്പെഷ്യലൈസ്ഡ് മോഡലുകളിലാണോ അതോ ഒരു സിംഗിൾ പവർഫുൾ സിസ്റ്റത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ ഈ സംഭാഷണം ഒരു തുടക്കമാകുമെന്ന് കരുതുന്നു.